എല്ലാവർക്കും വന്ദനം. കഴിഞ്ഞ ദിവസം കുട്ടികളുടെ ജീസസ് ക്യാമ്പ് ആരംഭിച്ചു. ഇന്ന് ഒരു ദിവസം കൂടിയുണ്ട്. കുട്ടികളുടെ ജീവിതത്തിൽ യേശുവുമായി എങ്ങനെ അടുക്കാം, എങ്ങനെ മറ്റുള്ളവരെ കൂടി ഈ സത്യത്തിലേക്ക് നയിക്കാം, എങ്ങനെ സുവിശേഷം പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. പല മാതാപിതാക്കളും കുട്ടികളെ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു വിടുന്നു. നന്ദി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കും. ഞങ്ങളുടെ അപ്പനും ഞങ്ങളുടെ അമ്മയും വളരെ വിലമുടക്കിയാണ് പ്രൈസ് ജനറേഷൻ ചർച്ചിലെ ജീസസ് ക്യാമ്പിൽ ഞങ്ങളെ പറഞ്ഞു വിട്ടത്. അതിൻ്റെ നന്മ ഞങ്ങൾക്കുണ്ട്. നാളെ നമ്മുടെ മക്കൾ നമ്മെ ഓർത്ത് അഭിമാനിക്കണം. ഞാനിന്ന് എൻ്റെ വല്യമ്മച്ചിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. എൻ്റെ അമ്മയുടെ അമ്മ ഒരു കത്തോലിക്ക സ്ത്രീ, മുട്ടിന്മേൽ നിന്ന് 3-4 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന സ്ത്രീ. പിന്നീട് കാലിനൊക്കെ ഈ ആർത്രൈറ്റീസ് വന്നിട്ട് ഈ കാല് മടക്കാൻ കഴിയാതെ കട്ടിലേ തന്നെ ഇരിപ്പായി പോയ ചട്ടേമുണ്ട് കൊടുത്ത ഒരു വല്യമ്മച്ചി. അമ്മച്ചിയുടെ സ്വപ്നമായിരുന്നു എന്നെ ഒരു പള്ളിയിൽ അച്ഛനാക്കണം. ഞാനിന്ന് ഓർക്കുന്നു, എന്നെ കുർബാന കൈക്കൊള്ളപ്പാടും അതുപോലെ സ്ഥൈര്യലേപനം, കത്തോലിക്ക പള്ളിയിലെ എല്ലാ കാര്യത്തിനും എന്നെ കൊണ്ടുപോകുന്നത് ഈ അമ്മച്ചിയാണ്. എന്നെ എങ്ങനെ അച്ഛനാക്കണം. വെളുപ്പിന് 3 മണിക്ക് എന്നെ എഴുന്നേൽപ്പിച്ച് പള്ളിയിൽ വിടും. കത്തോലിക്ക പള്ളിയിൽ അച്ഛൻ്റെ കൂടെ കുർബാനയ്ക്ക് നിർത്തുന്നത് ഈ വല്യമ്മച്ചിയാണ്. വല്യമ്മച്ചിയാണ് എന്നെ ആത്മീക കാര്യങ്ങളിലേക്ക് മുന്നോട്ട് തള്ളിവിട്ടത്. എന്നാൽ ഞാൻ യേശുവിനെ കർത്താവ് രക്ഷകനുമായിട്ടൊക്കെ സ്വീകരിച്ചു. ആ വല്യമ്മച്ചിയൊക്കെ മറന്നു. കാരണം വല്യമ്മച്ചി എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? വിഗ്രഹ ആരാധിയാക്കി എന്നെ മാറ്റിയെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയായിരുന്നു. എന്നാൽ വർഷങ്ങൾ കുറേ കഴിഞ്ഞു. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു വലിയ പ്രവാചകൻ എന്നോട് ദൂത് പറയുകയാണ്, മകനെ, നീ ദൈവദാസനാകാനും ഇന്നായിരിക്കുന്നത് പോലെ നിന്നെ കർത്താവ് ഉപയോഗിക്കാനും കാരണം നിന്റെ കുടുംബത്തിൽ ഒരു വല്യമ്മച്ചിയാണ് കാരണം. ആ വല്യമ്മച്ചിയുടെ പ്രാർത്ഥനയും സമർപ്പണവുമാണ് നീ ഇന്നിവിടെ ആയിരിക്കുന്നത്. ആ വല്യമ്മച്ചിക്ക് അറിയാവുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തു. എന്നെ ദൈവഭാഗത്തേക്ക് തള്ളിവിടാൻ ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ച സ്ത്രീ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ഞാനിത് ഇതിനകത്ത് സാക്ഷ്യം പറയാൻ എൻ്റെ കുടുംബത്തിൽ എത്രയോ പേരുണ്ട്. വല്യപ്പന്മാരുണ്ട്, വല്യമ്മമാരുണ്ട്, അപ്പൻ്റെ ഭാഗത്ത് അമ്മച്ചിമാരുണ്ട്, ആൻറ്റിമാരുണ്ട്. ഇവരെല്ലാം ഓർക്കാൻ പോലും സമയം കിട്ടാറില്ല, ഓർക്കാറുമില്ല. എന്നാൽ ഈ വല്യമ്മച്ചിയെ ഓർക്കും. ഒരൊറ്റ കാര്യം എനിക്ക് വേണ്ടി ചെയ്തു. എന്താണ്? എന്നെ ഈ ദൈവഭാഗത്തേക്ക്, യേശുവിലേക്ക് തിരിയാൻ, ദൈവത്തിലേക്ക് തിരിയാൻ, ദൈവഭക്തിയിലുള്ള ഒരു മാർഗത്തിലേക്ക് എന്നെ തള്ളിവിട്ടു. ബാക്കി എല്ലാവരെയും മറന്നാലും നമ്മെ ആത്മീകമായി നടത്തിയവരെ നമ്മൾ മറക്കില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങളെ നടത്തിയവരെ എന്ന് വായിക്കുന്നത്. നിങ്ങളെ നടത്തിയവരെ, നമ്മളെ എങ്ങോട്ട് നടത്തിയവരെ? സത്യത്തിലേക്ക് നടത്തിയവരെ, കൃപയിലേക്ക് നടത്തിയവരെ. മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറേ വിദ്യാഭ്യാസത്തിലേക്ക് മാത്രം നടത്തിയാൽ പോരാ. അത് ദൈവമില്ലാത്തവരും എല്ലാം കുഞ്ഞുങ്ങളെ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് ആർക്കും കഴിയാത്തൊരു കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. ആത്മീകതയിലേക്ക് അവരെ നടത്തുക. അവർ മുഖാന്തരം ആയിരക്കണക്കിന് കുടുംബങ്ങൾ രക്ഷപ്പെടും, അവരും രക്ഷപ്പെടും. ഈ സത്യം നമുക്ക് ഇന്നു മുതൽ പ്രാക്ടിക്കലാക്കാൻ കർത്താവ് കൃപ തരട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശു കർത്താവിനെ ആരാധിക്കാം. പ്രണയമാണ് എനിക്കു, പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു, പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു, പ്രണയമാണ് യേശുവേ.
യേശു തമ്പുരാനെ നിന്നാദരമിന്നു വന്നു എന്നെയൊന്നു ചുംബിക്കട്ടെ വെണ്മയും ചുവപ്പുമുള്ള എന്റെ യേശു തമ്പുരാനെ നിന്നാദരമിന്നു വന്നു എന്നെയൊന്നു ചുംബിക്കട്ടെ പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ നിന്നോട് പ്രണയമാണ് പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ നിന്നോട് പ്രണയമാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഉള്ള യേശു നായകനെ നിൻ പ്രണയം വിനതിലും മധുരമുള്ള ലഹരിയാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഉള്ള യേശു നായകനെ നിൻ പ്രണയം വിനതിലും മധുരമുള്ള ലഹരിയാണ് പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ നിന്നോട് പ്രണയമാണ് 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 അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 18-ാം വാക്യം. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. എൻ്റെ ദാസന്മാർ, എൻ്റെ ദാസിമാർ, അവരുടെ മേലും ഞാൻ പകരും. എൻ്റെ മക്കളുടെ മേൽ ഞാൻ പകരും. എൻ്റെ ദാസന്മാരുടെ മേലും എൻ്റെ ദാസിമാരുടെ മേലും ഞാൻ പകരും. ആരാണ്? പഴയ നിയമത്തിലുള്ളതെല്ലാം ദാസന്മാരും ദാസിമാരുമാണ്. പുതിയ നിയമത്തിലെ ഉള്ളവരോ മക്കളാണ്. എല്ലാവരുടെ മേലും എനിക്കൊരു പകർച്ച പകരണം. സകല ജഡത്തിന്മേലും എനിക്കൊരു ആത്മപകർച്ച നടത്തണം. അപ്പോൾ അന്ത്യകാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുന്നുണ്ടോ എന്നുള്ളതാണ്. കർത്താവ് ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നതും ദാഹിക്കുന്നതും എല്ലാവരും ഈ നദിയിലേക്ക് ഇറങ്ങണം. അതാണ് യെഹെസ്കേൽ പ്രവചനം 47 1 മുതൽ വായിക്കുമ്പോൾ ദൂതൻ 1000 മുഴം അളന്നു. അപ്പോഴാണ് നരിയാണിയോളം വെള്ളമായുള്ളൂ. കുറേ മുന്നോട്ട് പോയാലേ ഒരു നരിയാണിയോളം എത്തുന്നുള്ളൂ. എന്നെ കടക്കുമാറാക്കി. വീണ്ടും അളന്നു, മുട്ടോളമായി എന്നെ കടക്കുമാറാക്കി. അളക്കാനും കടത്താനും സ്വർഗത്തിൽ നിന്ന് ദൂതന്മാര് പോലും ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ
തള്ളിവിടാനായിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാർ പോലുമുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്, അതുകൂടാതെ ദൈവ വേലക്കാരുണ്ട്. എങ്ങനെയും ഇവർ ഈ നദിയിലേക്ക് ഇറങ്ങണം. വീണ്ടും 1000 മുഴം അളന്നു, അരയോളമായി. വീണ്ടും അളന്നു, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നദിയായി. ഞാൻ അങ്ങനെ നീന്തി, യെഹെസ്കേൽ പറയുകയാണ്, ഞാനങ്ങനെ നീന്തി കുറേ പോയിട്ട് തിരിച്ച് നീന്തി കരയിലോട്ട് വരാൻ നോക്കുമ്പോൾ അക്കരയും ഇക്കരയും ധാരാളം വൃക്ഷങ്ങൾ നിൽക്കുന്നു. വൃക്ഷങ്ങളുടെ ഇലയോ രോഗശാന്തിക്ക് പറ്റും. എല്ലാ വൃക്ഷങ്ങളും എല്ലാ മാസവും പുതിയ ഫലങ്ങൾ കായ്ക്കുന്നു. ആ നദിയുടെ 2 കരയിലെ ആൾക്കാർ നിന്ന് മീൻ പിടിക്കുന്നു. ധാരാളം വലിയ മത്സ്യങ്ങൾ അവിടെയുണ്ട്. അതായത് വലിയ സമൃദ്ധിയാണ് പിന്നീട് കാണുന്നത്. ഈ നദിയിലൂടെ നീന്തിയ ഈ അഭിഷിക്തൻ കാണുന്നത് മുഴുവനും സൗഖ്യത്തിൻ്റെ അനുഭവങ്ങളും സമൃദ്ധമായ ഫലങ്ങളും, അതുകൂടാതെ ധാരാളം വലിയ മത്സ്യങ്ങളും, ധാരാളം മത്സ്യങ്ങളെ പിടിക്കുന്ന വീശുകാർ അല്ലെങ്കിൽ ദൈവവേലക്കാർ. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. വീശുന്ന വലിയ മീൻപിടുത്തക്കാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ടീച്ചേഴ്സ്, ഉപദേഷ്ടാക്കൾ. എഫേസ്യർ 4:11 5 വിധ ശുശ്രൂഷകൾ എവിടെയാണ് വെളിപ്പെടുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ച നടക്കുമ്പോൾ. എന്നും പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ഡെയിലി കുറച്ച് പേര് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്യഭാഷകളിൽ കുറഞ്ഞത് 1/2 മണിക്കൂർ 1 മണിക്കൂർ പ്രാർത്ഥിക്കും. ഒരാത്മപകർച്ചയെ പിടിവിടാതെ ആ ദീപത്തെ കാത്തു സൂക്ഷിക്കുന്ന, ഒരഭിഷേകത്തെ നിലനിർത്താൻ വേണ്ടി നിലനിൽക്കുന്ന കുറച്ച് പേർ. അതായത് പഴയ നിയമത്തിൽ പറയുന്നു, ആലയത്തിലെ വിളക്ക് കെട്ടുപോകാതിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയുമായി വരണം. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയുള്ള കുറച്ച് പേർ ആലയത്തിൽ വന്ന് നിരന്തരം വിളക്ക് കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സഭകൾ നിലനിൽക്കുന്നത്? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ, ആത്മാവിൽ ഒഴുകുന്നവർ, ആത്മാവിൽ നിറഞ്ഞവർ സഭകളിൽ ഉള്ള കാലത്തോളം സഭകളിലെ വിളക്ക് കെട്ടുപോകില്ല, സഭയിലെ എണ്ണ കുറയില്ല. അവർ എണ്ണയുമായി വരുന്നവരാണ്. എണ്ണ കൊണ്ടുപോകാനായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങൾ അഭിഷേകമുള്ള സഭയിലേ പോകൂ എന്ന് പറഞ്ഞ് അഭിഷേകമുള്ള സഭ അന്വേഷിച്ച് നടന്ന് ആ സഭയിലെ എണ്ണയും കൊണ്ട് പോകുന്ന കുറേ പേരുണ്ട്. അവരൊരു സഭയിൽ നിൽക്കില്ല. ഏത് സഭയിലാണ് കൂടുതൽ എണ്ണയുള്ളത് അവിടെ നിന്ന് എണ്ണ അടിച്ചു മാറ്റുന്നവരാണ്. എന്നാൽ എണ്ണ ഉണ്ടാക്കുന്നവരുണ്ട്. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിങ്ങൾ ആലയത്തിൽ കൊണ്ടുവരണമെന്ന് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്തിന്? ആലയത്തിലെ വിളക്ക് കെട്ടുപോകാതിരിക്കുവാൻ. ആലയത്തിലെ വിളക്ക് കെട്ടുപോകരുത്, അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. നിരന്തരം. അപ്പോൾ ആത്മാവിൻ്റെ തീ, ആത്മാവിൻ്റെ വെളിച്ചം, ആത്മാവിൻ്റെ പ്രകാശം, ആത്മാവിൻ്റെ വെളിപ്പാട്, ആത്മീക ദർശനങ്ങൾ, ഇത് കെട്ടുപോകരുത്. ഏലി പുരോഹിതന്റെ കാലത്ത് അത് കെട്ടുപോയെന്ന് അവിടെ വായിക്കുന്നത്. 1 ശമൂവേൽ 3-ാം അധ്യായത്തിൽ പറയുന്നു, വചനം ഏറെ ഇല്ല, ദർശനങ്ങളും ഇല്ല. മറ്റൊരു ഭാഗത്ത് പറയുന്നു, ദർശനമില്ലാത്തിടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു. ദർശനങ്ങളും വെളിപ്പാടും വചനവും ഉള്ളിടത്ത് ജനങ്ങൾ സത്യത്തിലും നീതിയിലും മുന്നോട്ട് പോകും. ജനങ്ങളെ മുന്നോട്ട് നടത്താൻ, ജനത്തെ ജയകരമായി നടത്താൻ ആത്മാവിൻ്റെ തീ വേണം. പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിലൂടെ കാണുന്ന കാഴ്ച, ഓരോരുത്തരുടെ നെറ്റിമേൽ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ, ഒരു വിളക്കിൻ്റെ തീനാളം പോലെ
120 പേരുടെ മേൽ തീനാളം പോലെ കണ്ടു. അതിൻ്റെ അർത്ഥം 120 പേരെ പ്രകാശിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും പ്രകാശിക്കപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പ്രകാശമായി മാറും. നമ്മൾ വായിച്ചത്, എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. എല്ലാവരുടെ മേലും ഞാനത് പകരും. എല്ലാവർക്കും പരിശുദ്ധാത്മാവ് വേണം. പലപ്പോഴും പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എന്നോട് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പറയും, എനിക്കൊരു 2 മണിക്കൂർ സമയം എന്താ, അല്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം സമയം എന്താ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ പഠിച്ചൊരു സത്യമുണ്ട്, പല വലിയ ദൈവദാസന്മാരിലൂടെ പഠിച്ചതാണ്. മാറിയിരിക്കും, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കും. അന്യഭാഷയിൽ 1-2 മണിക്കൂറോ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ ഏത് വിഷയത്തിലാണ് സ്റ്റെപ്പ് വെക്കാൻ പോകുന്നത് അതിനകത്തൊരു പ്രകാശം കിട്ടും. അത് ചെയ്യണോ ചെയ്യണ്ടയോ, മുന്നോട്ട് സ്റ്റെപ്പ് വെക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ അതിനൊരു ധൈര്യം കിട്ടും, അല്ലെങ്കിൽ ഒരു പച്ചക്കൊടി, ഒരു സിഗ്നൽ നമുക്കുണ്ടാകും, ഉള്ളിലൊരു സമാധാനം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ധൈര്യമുണ്ടാകും. ധൈര്യമുണ്ടായാലും സമാധാനമുണ്ടായാലും പരിശുദ്ധാത്മാവ് തന്ന നിയോഗമാണ്. നമുക്കൊരു അസ്വസ്ഥത, പ്രാർത്ഥിക്കും തോറും ആ വിഷയത്തിൽ ഒരു അസ്വസ്ഥതയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അതിനകത്തൊരു വെളിച്ചമില്ലെന്നാണ്. അതിനകത്ത് നമുക്കൊരു പ്രകാശനം കിട്ടുന്നില്ല. ഇത് നിങ്ങൾക്ക് ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. എല്ലാ കാര്യത്തിലും ചെവിയിൽ വന്ന് കർത്താവ്, മകളെ നീ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത് എന്നൊന്നും പറയില്ല. പരിശുദ്ധാത്മാവ് നമുക്കൊരു ബൈബിൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വാക്യമായിരിക്കും തരുന്നത്. എസക്കിയ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ദൈവദാസൻ ഭയങ്കര പ്രാർത്ഥന മനുഷ്യനാണ്. അദ്ദേഹം 3 മണിക്കൂർ തൊട്ട് 5 മണിക്കൂർ വരെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹത്തെക്കുറിച്ച് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. 50-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്. അതുവരെ വെയിറ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. നമ്മൾ ആരെങ്കിലും അങ്ങനെ വെയിറ്റ് ചെയ്യോ? നമ്മൾ ശാസിക്കും, എൻ്റെ ഭാവിക്കെതിരെ നിൽക്കുന്ന ദുഷ്ട മാറാൻ പറയും. എന്നാൽ ആ മനുഷ്യനോട് പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 50 വർഷമൊന്നും പറഞ്ഞില്ല, ഞാൻ പറയുന്നവരെ വെയിറ്റ് ചെയ്യുക. കാത്തിരുന്നു. 50-ാമത്തെ വയസ്സിൽ ഒരു ജർമ്മൻകാരിയെ വിവാഹം കഴിച്ചു. ബെനിറ്റ എന്ന് പറയും. ജർമ്മൻകാരി ജീവിതത്തിലേക്ക് വന്നതോടുകൂടി എസക്കിയ ഫ്രാൻസിസിന്റെ ജീവിതം രാപകൽ മാറി. അന്ന് വരെ ഇല്ലാത്ത ഒരു റിവൈവൽ അവിടെ ഉണ്ടായി. ചെന്നൈക്ക് അപ്പുറം പൂണ്ടി എന്ന സ്ഥലത്ത് ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങി 1000 കൂടുന്ന റിട്രീറ്റ് സെന്ററുകൾ പാസ്റ്റേഴ്സിന് വേണ്ടി നടത്തുന്ന സ്ഥാപനം ഉണ്ടാക്കിയത് ഈ ബെനിറ്റയാണ്. ഈ ദൈവദാസി വന്നില്ലായിരുന്നെങ്കിൽ എസക്കിയ ഫ്രാൻസിസ് ഇന്ന് കാണുന്ന നിലയിൽ എത്തുകയില്ലായിരുന്നു. 50-ാമത്തെ വയസ്സിലാണ് സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം എങ്ങനെയുണ്ട്? അദ്ദേഹത്തിൻ്റെ അത്തയുടെ മകൾ, അത്ത എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അപ്പൻ്റെ സഹോദരിയായിരിക്കും തമിഴിൽ. അത്തയുടെ മകൾ, അവിടെയൊക്കെ ഈ അത്തയുടെ മകളെ കല്യാണം കഴിക്കാം, മുറപ്പെണ്ണെന്നൊക്കെ പറയും. പണ്ട് നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായ ഒരു സമ്പ്രദായമാണ് മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കുക. അങ്ങനെ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള ഒരു പ്രോഗ്രാമിലായിരുന്നു. മുറപ്പെണ്ണും വിശ്വാസത്തിലാണ്, എസക്കിയ അണ്ണനും വിശ്വാസത്തിലാണ്. എസക്കിയ അണ്ണൻ ഒരു ദർശനം കണ്ടാൽ ഒരാഴ്ചക്കുള്ളിൽ മുറപ്പെണ്ണും അതിനോട് ബന്ധപ്പെട്ട ഒരു ദർശനം കണ്ടിട്ട് പറയും. അപ്പൊ എസക്കിയ ഫ്രാൻസിസ് തീരുമാനിച്ചു, ഇത് തന്നെയാണ് ദൈവം എനിക്ക് വെച്ചത്. എല്ലാം കറക്റ്റ്, ഒത്തുപോകുന്ന വെളിപ്പാടുകൾ, ഒത്തുപോകുന്ന ദർശനങ്ങൾ. എസക്കിയ അണ്ണൻ ഒരു കാര്യം ചിന്തിച്ചാൽ ആ പെൺകുട്ടി അതുപോലെ ഒരു കാര്യം ആ ആഴ്ച തന്നെ ചിന്തിച്ച് പറഞ്ഞിരിക്കും. അദ്ദേഹം തീരുമാനിച്ചു, ഇത് തന്നെയാണ് ദൈവം എനിക്ക് ഒരുക്കിയത്. ഒരു ദിവസം ബൈബിൾ വായിക്കുമ്പോൾ, യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയാണ് എൻ്റെ ചിന്തകൾ, നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം എന്ന് ഒരു വചനം തൻ്റെ ഹൃദയത്തിൽ അങ്ങോട്ട് ഇടപെടുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഈ കല്യാണമല്ല, അതായത് കൃത്യം എല്ലാ മാച്ചിങ് ആണ്. ദർശനം ഒരുപോലെ, വെളിപ്പാട് ഒരുപോലെ, വചനം ഒരുപോലെ, എല്ലാം കൊണ്ട് ഒത്തിണങ്ങി വന്ന ഒരു കാര്യം. എന്നാൽ എൻ്റെ വിചാരം നിന്റെ വിചാരമല്ല, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയാണ് എൻ്റെ ചിന്തകളും നിന്റെ ചിന്തകളും തമ്മിലുള്ള വ്യത്യാസം. ആ ഒരു വചനം ഇടപെട്ടു. എസയ്ക്കെണ്ണം പറഞ്ഞു, അതല്ല എനിക്ക് എൻ്റെ ഭാവിയിൽ വെച്ചിരിക്കും. എന്നാൽ 50-ാമത്തെ വയസ്സിൽ ദൈവം തനിക്കായിട്ട് ഒരുക്കിയത് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. പലർക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ ഒരു വലിയ ദൈവദാസനെ വാർത്തെടുക്കാൻ ദൈവം ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിലേക്ക് ഒരാൾ വന്നു കഴിയുമ്പോൾ ആത്മാവ് ഒരാളെ കൊണ്ടുപോകുന്നത് നാച്ചുറലായിട്ടല്ല, അത് സൂപ്പർ നാച്ചുറലായിട്ടാണ്. നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ 50 വയസ്സ് വരെയും അത് കാത്തിരിക്കാനും ക്ഷമയോടെ നിൽക്കാനും ദൈവം അതിനുള്ള കൃപയും കൂടി പരിശുദ്ധാത്മാവ് കൊടുത്തു. ഒരു വാഗ്ദത്തം തരിക മാത്രമല്ല പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്, ആ വാഗ്ദത്തത്തിന് വേണ്ടതും കാലേബിന് 85-ാമത്തെ വയസ്സിൽ വേണ്ടതെല്ലാം യുദ്ധം ചെയ്ത് ആ ഹെബ്രോൻ മലയെ സ്വന്തമാക്കാനുള്ള കൃപയും കൊടുത്ത പരിശുദ്ധാത്മാവ്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള കൃപയും ബലവും ശക്തിയും നൽകി തരട്ടെ. പലർക്കും പല ചോദ്യങ്ങളുണ്ട്. 40 വയസ്സായിട്ട് എന്തുകൊണ്ട് കല്യാണം നടന്നില്ല? 45 വയസ്സായിട്ടും പലരുടെ കല്യാണം നടന്നിട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള പലരും ദൈവമക്കളുടെ ഇടയിലുണ്ട്. അവരൊരു നിന്ദാ വിഷയമായി കിടക്കരുത്. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകളാണ്. അതിനെ മറ്റൊരു രീതിയിൽ ആരും വ്യാഖ്യാനിക്കരുത്. ചിലപ്പോൾ 50 വയസ്സിലായിരിക്കാം, 55 വയസ്സിലായിരിക്കാം. 100-ാം വയസ്സിൽ ഒരു ഇസഹാക്കിനെ കൊടുത്ത അബ്രഹാമിന്റെ ചരിത്രം ഓർപ്പിക്കുകയാണ് ഞാൻ നിങ്ങളെ. ദൈവത്തിൻ്റെ സമയം അത് നമുക്ക് ആർക്കും നമ്മുടെ സമയം പോലെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സമയത്തിനായിരിക്കണം. പരിശുദ്ധാത്മാവ് ഒരാളിൽ വന്നു കഴിഞ്ഞാൽ ആ സമയത്തിലേക്ക് ആ വ്യക്തിയെ മറ്റൊന്നിലും പോയി ചാടാതെ ആ സമയത്തിലേക്ക് കൊണ്ടുപോകും. ഇന്നത് സ്പെഷ്യലായിട്ട് ആർക്കോ വേണ്ടിയുള്ള ദൈവാലോചനകളാണ്. നിങ്ങൾ ഒരിക്കലും ലേറ്റ് ആയിട്ടില്ല. 40 വയസ്സായി, 45 വയസ്സായി, 38 വയസ്സായി, എൻ്റെ വിവാഹം നടന്നില്ല, ഞാൻ ലേറ്റായി പോയോ? ഇല്ല, ലേറ്റ് ആയിട്ടില്ല. നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വൈകിട്ടില്ല. നിങ്ങൾ കർത്താവിൻ്റെ ട്രാക്കിലാണ്. കർത്താവ് അതിനുള്ള എല്ലാ വഴികളും നിങ്ങൾക്കായി തുറക്കും. ധൈര്യപ്പെടുക. മറ്റുള്ളവർ പറഞ്ഞ വിമർശനങ്ങളും പോരാട്ടമെന്ന് പറഞ്ഞതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് നടക്കും. നിങ്ങളോട് പറഞ്ഞതൊന്നും കർത്താവ് മാറ്റുകയില്ല. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ കേട്ട വചനങ്ങൾ അനേകർക്ക് വിടുതലായി മാറട്ടെ. അനേകരുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറട്ടെ. അനേകർക്ക് ഇതൊരു സൗഖ്യമാകട്ടെ. മാനസികമായി മുറിവേറ്റ പലരും ഇത് കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവേ, അവരുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കണമേ. നിന്ദകളിൽ നിന്ന് അവരെ പുറത്തെടുക്കണമേ. വാഗ്ദത്തങ്ങളെ നിറവേറ്റണമേ. പരിശുദ്ധാത്മാവിൽ ഒഴുകുന്ന ഒരു സമൂഹത്തെ ഈ ദിവസങ്ങളിൽ അങ്ങ് വാർത്തെടുക്കുന്നതിനായി നന്ദി. സഭകൾ പരിശുദ്ധാത്മാവിൽ മുങ്ങി നിൽക്കട്ടെ. വരണ്ട സഭകൾക്ക് പകരം ആത്മനിറവുള്ള സഭകൾ ഉണ്ടാകട്ടെ. ആത്മനിയോഗങ്ങളുള്ള സഭകൾ ഉണ്ടാകട്ടെ. പാരമ്പര്യങ്ങളെ പൊളിച്ചു കളയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പകർച്ച, ഒരു കവിഞ്ഞൊഴുക്ക് എല്ലാ സഭകളിലും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൽ അവൻ്റെ അമിത ബലത്തിലും നമുക്ക് ശക്തിപ്പെടാം. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു.